ഒരു സ്റ്റെയിൻലെസ് സ്റ്റീൽ പാൻ എങ്ങനെ നമുക്ക് നോൺ സ്റ്റിക്ക് ആക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ എങ്ങനെ സീസൺ ചെയ്യാന്ന് നമുക്ക് നോക്കാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രോസസ്സാണ്. പക്ഷെ ഇത് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ വളരെ നിങ്ങളുടെ ലൈഫ് ഈസി ആക്കും, കുക്കിങ്ങും വളരെ ഈസി ആക്കും. അപ്പോൾ ഈ വീഡിയോയുടെ അവസാനം വരെ നിങ്ങൾ ഉറപ്പായിട്ടും കാണുക. നമ്മൾ എത്ര ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം കഴിച്ചാലും നമ്മൾ ഉണ്ടാക്കുന്ന പാത്രം അത് കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വളരെയധികം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. എസ്പെഷ്യലി നമ്മൾ സെറാമിക് കോട്ടിംഗ് ഉള്ള അല്ലാന്നുണ്ടെങ്കിൽ നോൺ സ്റ്റിക്ക് കോട്ടിംഗ് ഉള്ള പാത്രങ്ങൾ സ്റ്റൗവിൽ വെച്ച് ചൂടാകുമ്പോൾ അതിൽ നിന്നും ടോക്സിക് ആയിട്ടുള്ള ഫ്യൂംസ് വന്ന് അത് നമ്മുടെ ശരീരത്തിന് വളരെ ദോഷകരമാണ്. കുക്കിങ്ങിനുള്ള ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ സ്കില്ലറ്റ് അല്ലാന്നുണ്ടെങ്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ പാത്രമാണ്. ഒരു സ്റ്റെയിൻലെസ് സ്റ്റീൽ പാത്രം ഒരിക്കലും നോൺ സ്റ്റിക്ക് ഇല്ല. അതെങ്ങനെ നമുക്കൊരു നോൺ സ്റ്റിക്ക് ആക്കാം എന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാം. സ്റ്റൗ ഓൺ ആക്കിയതിനു ശേഷം അതിലേക്ക് നമ്മളുടെ സ്റ്റെയിൻലെസ് സ്റ്റീൽ പാൻ വെച്ച് കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിക്കാം. അതിനുശേഷം നാപ്കിൻ ഉപയോഗിച്ച് ഇതെല്ലാ സ്ഥലത്തും സ്പ്രെഡ് ചെയ്യുക. കോക്കനട്ട് ഓയിൽ സ്പ്രെഡ് ആയതിനു ശേഷം നമ്മൾ ഒഴിച്ച എണ്ണ നല്ല രീതിയിൽ സ്മോക്ക് ആവുന്നോളം വരെ വെയിറ്റ് ചെയ്യാം. നമ്മൾ ഒഴിച്ച കോക്കനട്ട് ഓയിൽ നല്ല രീതിയിൽ സ്മോക്ക് ആവുന്നുണ്ട്. ഈ ഒരു പോയിന്റിൽ എത്തുമ്പോഴത്തേക്കും നമുക്ക് ഗ്യാസ് കട്ട് ഓഫ് ചെയ്യാം. അതിനുശേഷം ഇതിനകത്ത് എക്സ്ട്രാ ഉള്ള നമ്മളുടെ ഓയിൽ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു മാറ്റാം. അതിനുശേഷം നാപ്കിൻ എടുത്ത് ഇത് ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്തെടുക്കുക. ഫൈനലി വി ഹാവ് എ നോൺ സ്റ്റിക്ക് സ്റ്റെയിൻലെസ് സ്റ്റീൽ പാൻ. അപ്പോൾ നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് തന്നെ സ്റ്റെയിൻലെസ് സ്റ്റീൽ പാൻ നോൺ സ്റ്റിക്ക് പാൻ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതുമായിട്ട് കുക്കിംഗ് വീഡിയോ ടിപ്സ് കിട്ടാനായിട്ട് എൻ്റെ ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. അതുമാതിരി കുക്കിംഗ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ ചെക്കൗട്ട് ചെയ്യുക. വളരെയധികം റെസിപ്പീസും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടിപ്സ് ആൻഡ് റെസിപ്പീസ് അതിലുണ്ട്. സോ അന്റിൽ ഐ സീ യു നെക്സ്റ്റ് ടൈം, ബൈ.